നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള പ്രവേശനവും അത് ഓരോ രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളുമാണ്. സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ പ്രവേശിക്കുന്ന ദിവസമാണ് വിഷു സമാഗതമാകുന്നത്. ഈ വർഷം സൂര്യൻ മേടം മാസത്തിൽ പ്രവേശിക്കുന്നത് 1200 മേടമാസം 1-ാം തീയതി പുലർച്ചെ 3:15 അതായത് 2025 ഏപ്രിൽ മാസം 14-ാം തീയതി കാലത്ത് 3:15 സമയത്താണ് സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള സംക്രമണം എന്നൊക്കെ നാം പറയും. ഇതിനെയാണ് ലോക മലയാളികളെല്ലാം തന്നെ നമ്മുടെ ഭാരതീയ കലണ്ടർ പ്രകാരം വിഷുവായി ആഘോഷിക്കുന്നത്. ഏറ്റവും അധികം പ്രാധാന്യം സൂര്യൻ ഉണ്ടാകുന്ന മാസമാകുന്നു മേടമാസം. എന്തെന്നാൽ എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും മൂലക്ഷേത്രസ്ഥിതിയും സ്വക്ഷേത്രസ്ഥിതിയും നീചസ്ഥിതിയുമുണ്ട്. ഇവിടെ സൂര്യൻ മേടത്തിലാണ് തൻ്റെ ഉച്ചം ക്ഷേത്രമായി നാം കണക്കാക്കുന്നത്. മേടം 10 10-ാമുദയം. എന്താണ് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യനത്തെ പ്രാധാന്യം? സൂര്യൻ ജ്യോതിഷത്തിൽ രാജാവാകുന്നു, ചന്ദ്രൻ രാജ്ഞിയാണ്. സൂര്യനാകുന്നു ആത്മപ്രഭാവം, താതശ്ച ആത്മപ്രഭാവ. തൻ്റെ പിതാവും തൻ്റെ ആത്മപ്രഭാവം, പൗരുഷം, പേഴ്സണാലിറ്റി ഇതൊക്കെ ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. അതിനാൽ സൂര്യൻ തൻ്റെ ഉച്ചരാശിയിൽ വരുമ്പോൾ ഒരു വ്യക്തിക്ക് പൗരുഷമുണ്ടാകുന്നു, ആത്മപ്രഭാവമുണ്ടാകുന്നു, വ്യക്തിത്വമുണ്ടാകുന്നു. വ്യക്തിത്വമുണ്ടെങ്കിൽ മാത്രമേ ഒരു സദസ്സിൽ കയറി ശോഭിക്കാനൊക്കെ പറ്റുകയുള്ളൂ. അതാണ് ആത്മപ്രഭാവം. സൂര്യൻ രാജാവാണ്, കിരീടം വെക്കാത്ത രാജാവാണ് സൂര്യൻ. സൂര്യനിലാണ് ഈ ലോകത്തെ എല്ലാ ചൈതന്യവും കുടികൊള്ളുന്നത്. ഞങ്ങൾ ജ്യോതിഷികൾ തന്നെ ഒരു കവടിക്രിയ നടത്തുമ്പോൾ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മേത്യാത്മവിതാം ക്രതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥാ യഹ് ശ്രുതൗ വാചം ന സദധാതു നൈകകിരണത്രൈലോക്യ ദീപോരവിഹി എന്ന അതിശക്തമായ വരാഹമിഹിര ഹോരയിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങളുടെ കവടിക്രിയ ആരംഭിക്കുന്നത്. പ്രഭാവമാകുന്നു, വ്യക്തിത്വമാകുന്നു സൂര്യൻ. ഈ സൂര്യൻ ഇതാ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്രകാരമാണ് ഈ ഉച്ചരാശിയിൽ സൂര്യൻ എത്തുമ്പോൾ മേടം മുതൽ 12 രാശിക്കാർക്കുമുള്ള അനുഭവമെന്നാണ് നാം ചിന്തിക്കുന്നത്. ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും സൂര്യൻ്റെ ഈ ചരവശാലുള്ള മേടൻ രാശിയിലേക്കുള്ള പ്രവേശനം എത്രത്തോളം ഓരോ രാശിക്കാർക്കും ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കണം. വളരെ വിശദമായി വിഷുഫലം നാം ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള പ്രവേശനവും അതെപ്രകാരം ഓരോ രാശിക്കാരെയും സ്വാധീനിക്കുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇടവൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ഇടവൻ രാശി. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് സൂര്യൻ 4-ാം ഭാവാധിപനാകുന്നു. 4-ാം ഭാവം എന്നാൽ എന്തൊക്കെയാണ്? മാതാ സുഹൃത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനം ജ ലാളിത്യം അംഭശയനം ജ വൃദ്ധിർ പശ്വാധികം ജന്മഗൃഹ ചതുർത്ഥാത്. ഇവിടെ 4-ാം ഭാവം കൊണ്ട് അമ്മാമന്മാർ, അനന്തരവന്മാർ, മരുമക്കൾ, തൻ്റെ കൃഷിഭൂമി, തൻ്റെ സുഖം, ലാളിത്യം, ജലത്തിൻ്റെ സ്ഥാനം, കിണർ, തൻ്റെ വാഹനങ്ങൾ, തൻ്റെ വീട്, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു. ഈ സൂര്യൻ എവിടെ നിൽക്കുന്നു? ഈ സൂര്യൻ ഇടവൻ രാശിക്കാർക്ക് അത്ര ഒരു സുഖമുള്ള ഭാവത്തിലല്ല നിൽക്കുന്നത്, 12-ാം ഭാവത്തിലാണ്. 12-ാം ഭാവം ജ്യോതിഷത്തിൽ അത്ര നല്ല ഭാവമല്ല. പാപം, വേംജ പതനം, പാപങ്ങൾ, ചെലവ്, ദുർച്ചെലവുകൾ, പതനം, വീഴ്ച, സ്ഥാനഭ്രംശം, സ്ഥാനം നഷ്ടപ്പെടുക,
ശാരീരികമായ വൈകല്യങ്ങൾ ഉണ്ടാകുക, നിരയം വാമമമ്പകം, നരകം, ഇടത്തെ കണ്ണ്, ഇതൊക്കെയാണ് 12ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. അതിനാൽ 12ാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുമ്പോൾ അതത്ര ശുഭമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നില്ല. പതിതസ്വരിഭ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഹോരാശാസ്ത്രത്തിൽ. വീഴ്ച സംഭവിക്കുമെന്നാണ്. ഏതൊക്കെ കാര്യത്തിൽ വീഴ്ച സംഭവിക്കാം? വാഹനാപകടം വരാം, തനിക്ക് ശാരീരികമായി അപകടമുണ്ടാകാം, സൂര്യൻ ആത്മപ്രഭാവമാണെന്ന് ഞാൻ പറഞ്ഞു, തൻ്റെ സുഖം സ്വസ്ഥത നശിക്കുന്ന ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാം, തനിക്ക് തൻ്റെ പൊസിഷനിൽ നിന്നും തനിക്ക് താഴേക്ക് പതനമുണ്ടാകാം, തൻ്റെ കണ്ണുകൾക്ക് രോഗമുണ്ടാകാം. ഈ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം നോക്കുന്നത് 6ാം ഭാവത്തിലേക്കാണ്. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം, ഡിസ്ക് കംപ്ലയിൻസ് ഉണ്ടാകാം, തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി രാവും പകലും ജോലി ചെയ്തു എന്ന് വരാം. സൂര്യൻ പിതൃകാരകനാണ്. അച്ഛനെ ചിന്തിക്കേണ്ടുന്ന സൂര്യൻ 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അച്ഛൻ്റെ അതൃപ്തി ഉണ്ടാകാം, അച്ഛന് ശാരീരികമായ രോഗാദി അരിഷ്ടതകൾ ഉണ്ടാകാം, തൻ്റെ ബന്ധം സുതാര്യമാക്കണം, അല്ലെങ്കിൽ പിതാവ് തൻ്റെ ശത്രുസ്ഥാനത്ത് വരും, പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടാം, തനിക്ക് സ്വത്ത് വിൽക്കണമെങ്കിൽ അതിനനുകൂലമായ സമയമാണ്. 11ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്വത്ത് വാങ്ങാം. ഇവിടെ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുന്ന വിഷയം വരും. ബാങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന മോർഗേജായി വെച്ചിരിക്കുന്ന ഭൂമിയൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലൂടെ അങ്ങ് കടന്നു പോകുന്ന മാസമായിരിക്കും. അവർ നമുക്ക് അറിയിപ്പ് തരും, ഇതാ നിങ്ങളെ ലാൻഡ് ഇപ്പോൾ വിറ്റുപോകുമെന്ന്. അതിനാൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കണം. രവിർദ്വാദശയെ നേത്രദോഷം കരോതി. 12ൽ സൂര്യൻ വരുമ്പോൾ കണ്ണുകൾക്ക് രോഗമുണ്ടാക്കുന്നു, ദോഷത്തെ ഉണ്ടാക്കുന്നു. വിവക്ഷാഹവേ ജായദേശോ ജയശ്രീ. ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ താൻ ജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥിതേ ലിപ്സിയ ലീയതേ ദേഹദുഃഖം. തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി തൻ്റെ ശരീരത്തിൻ്റെ സുഖദുഃഖം നോക്കാതെ ഇദ്ദേഹം വർക്ക് ചെയ്യും, പ്രവർത്തിക്കും. കാരണം സൂര്യൻ അജസ്രമുദ്യമരതിയാണ്, എപ്പോഴും ഉത്സാഹം പ്രകടിപ്പിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. പിതൃവ്യാവത. അച്ഛൻ്റെ ആളുകൾക്ക് രോഗമുണ്ടാകുന്നു, അച്ഛൻ്റെ സഹോദരങ്ങൾക്കൊക്കെ രോഗങ്ങളുണ്ടാകുന്നു. ഹാനിരധ്വപ്രദേശേ. വഴിയിൽ വെച്ച് അപകടമുണ്ടാകും. പ്രത്യേകിച്ച് ഇടവൻ രാശിക്കാർ രാത്രി സഞ്ചാരം വളരെ ശ്രദ്ധിക്കണം ഈ ഒരു മാസക്കാലം. എന്തെന്നാൽ നിശാരാശിയാകുന്നു ഇടവൻ രാശി. ഗോജാശ്ച കർക്കിമിഥുനാഹ സമർഗ നിശാഖ്യാഹ. നിശാരാശി എന്നറിയപ്പെടുന്നു ഗോ, ഇടവം, മേടം, ധനു, മകരമൊക്കെ തന്നെ. ഇതിനാൽ രാത്രി അസമയത്തുള്ള യാത്രയിൽ അപകടങ്ങൾ തനിക്കുണ്ടാകാം. തനിക്ക് കള്ളന്മാരുടെ ഭീഷണി നേരിടേണ്ടി വരും, തൻ്റെ വിലപ്പെട്ട സാധനങ്ങൾ നഷ്ടപ്പെടുക, ഇതൊക്കെ സംഭവിക്കും. അതിനാൽ അസമയത്തുള്ള യാത്ര ഈ ഒരു മാസം വളരെ ശ്രദ്ധിക്കണം. അസമയത്തുള്ള ഡ്രൈവിങ് ശ്രദ്ധിക്കണം. ജാനുക്കൾ, തുടകൾ, കാൽമുട്ടുകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ശ്രദ്ധിക്കണം. അസ്ഥിസംബന്ധമായ ബുദ്ധിമുട്ട് വരും, പാദങ്ങൾക്ക് വൈകല്യങ്ങൾ വരും, അത് വീഴ്ചയാണ്, അതും വളരെ ശ്രദ്ധിക്കണം. ജലത്തിനെ ഭയക്കണമെന്നാണ്. പലപ്പോഴും അപകടം വെള്ളത്തിലൂടെ വരും. പ്രായമുള്ളവർക്കൊക്കെ വെള്ളത്തിലൂടെ തെന്നി വീണ് അസ്ഥിസംബന്ധമായ ബുദ്ധിമുട്ടുകൾ, കാലുകൾ പൊട്ടുക, ഇതൊക്കെ സംഭവിക്കുന്ന മാസമാകുന്നു ഈ മേടൻ രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം. ഇടവം രാശിക്കാർ, ഇടവൻ രാശിക്കാരാണ് ഏറ്റവും പരിഹാരം ചെയ്യേണ്ടത്. തങ്ങളുടെ പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യണം. തൻ്റെ പേരിലും ചെയ്യണം. ശിവന് കൂവള ജലധാര ചെയ്യുക, ശിവന് നെയ്വിളക്ക് സമർപ്പിക്കുക. ഈ നെയ്വിളക്ക് സമർപ്പിക്കുമ്പോൾ ജന്മനക്ഷത്രത്തിന് സമർപ്പിക്കുക. വളരെയധികം ക്ലേശങ്ങളിൽ നിന്നും തനിക്ക് മോചനമുണ്ടാകും. രോഗിയായ അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ പേരിലും എന്ത് ചെയ്യണം? ഈ പറഞ്ഞ നെയ്വിളക്കൊക്കെ സമർപ്പിച്ച് മൃത്യുഞ്ജയ മന്ത്രത്തിലൂടെ മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ പുഷ്പാഞ്ജലി ചെയ്ത് ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം പൂർവാരോഗ്യമിവ ബന്ധനാത് മൃത്യോർ പുക്ഷീയമാമൃതാത് എന്ന അതിശക്തമായ മൃത്യുഞ്ജയ മന്ത്രത്തിലൂടെ പിതൃക്കളെ, തൻ്റെ പിതാവിനെയും പിതാവിൻ്റെ സഹോദരങ്ങളൊക്കെ രോഗമില്ലാതെ അവരെന്ത് ചെയ്യണം? സംരക്ഷിക്കേണ്ട ഡ്യൂട്ടി ഇടവൻ രാശിക്കാരായ നക്ഷത്രക്കാർക്കാകുന്നു. ആദിത്യ ഹൃദയമന്ത്രം, ഓം നം ശിവായ എന്ന മന്ത്രം, ഇതൊക്കെ ജപിക്കുക. അപ്പോൾ ഈ ക്ലേശങ്ങൾക്കൊക്കെ വലിയൊരു രീതിയിൽ പരിഹാരമാകുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു മാസക്കാലത്തെ ആശംസിക്കുന്നു.
നന്ദി, നമസ്കാരം.